ഹലോ ഗൈസ്, നമുക്ക് അടിപൊളി ഒരു പിക്ചർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. കാർണിവോറസ് പ്ലാന്റ് ആണ്. നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിച്ചിട്ടും കേട്ടിട്ടും ഉള്ള പ്ലാന്റ് ആണ്. നമുക്കിന്നത് പോട്ട് ചെയ്യാവേ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്ന ചകിരിച്ചോറാണ്. നമ്മൾ കടയിൽ നിന്ന് ബ്ലോക്ക് ആയിട്ടായിരിക്കും മേടിക്കുന്നത്. അത് കൊണ്ടുവന്ന് 2 വട്ടം കഴുകി ഉണക്കി ഞാൻ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. ഉപയോഗിക്കാൻ നേരം വീണ്ടും ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു നല്ല രീതി വാഷ് ചെയ്തെടുക്കണം. കാരണം അത്യാവശ്യം നല്ല രീതി കറ കാണും. മാക്സിമം കറ കളഞ്ഞ് തന്നെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ പെർലൈറ്റ് കൂടെ ആഡ് ചെയ്താണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. ഈ പെർലൈറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളെ പോട്ടി മിക്സിൽ എയറേഷൻ കിട്ടാനും അതുപോലെ തന്നെ വാട്ടർ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്തു പോകാനും നമ്മളെ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. നമ്മൾ ഏത് പ്ലാന്റ് നടുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ പിക്ചർ പ്ലാന്റ് ഹാങ്ങിങ് പോട്ടി സെറ്റ് ചെയ്യാവേ. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ നല്ല രീതിയിൽ തൂങ്ങി കിടക്കുവേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ഓടിൻ്റെ പീസ് മറച്ചുകൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് ആ പോട്ടി മിക്സിൽ പോട്ട് ചെയ്തെടുക്കാവേ. ഈ പ്ലാന്റിന് മണ്ണ് ഉപയോഗിച്ച് പോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിന് വാട്ടർ മാത്രം മതി. ആ വാട്ടർ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ആ ചകിരിച്ചോറിൽ തന്നെ പോട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്ലോ ഗ്രോത്ത് ആയ ഒരു പ്ലാന്റ് കൂടെയാണ്. നമുക്ക് കിട്ടിയ പ്ലാന്റിൽ ഒരു പുതിയ ഷൂട്ട് കൂടെ വരുന്നുണ്ടായിരുന്നു. പേരിന് ഒരു കേടുപാടും കൂടാതെ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്ലാന്റിന് മണ്ണ് ഉപയോഗിച്ച് നടേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്ലാന്റിൽ കാണുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഈ തൂങ്ങി കിടക്കുന്നവയാണ് നമ്മൾ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിലൊരുപാട് ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രാണികളൊക്കെ വന്ന് വീഴുകയും അതുവഴിയാണ് അത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാരണവശാലും ഒരു വളങ്ങളും ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ പാടില്ല. NPKയോ ഒരു വളവും കൊടുക്കണ്ട. വെള്ളം മാത്രം കൊടുത്താൽ മതിയേ ഈ പ്ലാന്റിന്. ഈ പിക്ചേഴ്സിലാണെങ്കിൽ ലീഫിൻ്റെ അറ്റത്ത് ഇതുപോലൊരു സ്ട്രക്ചർ ഉണ്ടാവും. എന്നിട്ടാണ് ഈ പിക്ചേഴ്സ് ജനറേറ്റ് ആവുന്നത്. പിക്ചേഴ്സിൻ്റെ ബ്രൈറ്റ് കളറും അവരുടെ സെൻറ്റും നെക്ടറും ഒക്കെയാണ് ഈ പ്രാണികളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന റിം എന്ന് പറയുന്നത് ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാണികൾ വന്നിരുന്നാൽ സ്ലിപ്പായി അകത്ത് വീണു പോകും. അതുപോലെ തന്നെ ആ വാളെന്ന് പറഞ്ഞാൽ ആ പിക്ചേഴ്സിൻ്റെ ഉള്ളിലെ വാളെന്ന് പറയുന്നത് ഭയങ്കര വാക്സിയാണ്. അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടാൻ നോക്കിയാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പിക്ചേഴ്സിൽ വീഴുന്ന പ്രാണികളെ അവരവരുടെ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് ദഹിപ്പിച്ചാണ് അവരുടെ ഗ്രോത്തിന് ആവശ്യമുള്ള നൈട്രജനും മറ്റു ന്യൂട്രിയൻസ് എല്ലാം അവർ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാന്റിൽ ഒരു തരത്തിലുള്ള ന്യൂട്രിയൻസും കൊടുക്കേണ്ടതില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന പുതിയൊരു ഷൂട്ട് നമുക്ക് കിട്ടിയ പ്ലാന്റിൽ വരുന്നതാണ്. നമ്മൾ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പോണ പേരമരത്തിൻ്റെ ചുവട്ടിലാണ്. ചുറ്റും നോക്കുമ്പോൾ അറിയാം ഫുള്ള് മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പം നല്ല രീതിയിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഫുള്ള് തണലായിരിക്കും. ഓവറായിട്ട് ഡയറക്റ്റ് വെയിലൊന്നും കിട്ടില്ല. ഡയറക്റ്റ് വെയിൽ കിട്ടിയാൽ ഈ പിക്ചേഴ്സ് എല്ലാം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ആ പ്ലാന്റ് നശിച്ചു പോകും ഓവറായിട്ട് വെയിലിട്ട്. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഓവർ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡെയിലി വാട്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആവശ്യത്തിന് വെയിലും കിട്ടും, നല്ല തണലും ഉണ്ട്. അവർ നന്നായിട്ട് വളർന്നോളുവേ. എങ്ങനെയുണ്ട് ഈ പ്ലാന്റ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ ഈ പ്ലാന്റ് മേടിച്ചത് 250 റുപ്പീസിനാണ്. സുർമി സക്കീർ എന്നാണ് മേടിച്ചത്. നല്ല ഹെൽത്തി ആയിട്ടൊരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഞാൻ മേടിച്ചത്. നല്ല സേഫ് പാക്കേജിങ്ങിൽ അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉറപ്പായി അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തോട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.